എത്ര സുന്ദരമാണ് നമ്മുടെ കേരളമല്ലേ? പക്ഷെ പലപ്പോഴും ആ സുന്ദരമായ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെയും ആ മാനവികതയും പലപ്പോഴും മതം തലയ്ക്ക് പിടിച്ച വർഗീയവാദികൾ അതിനെ നശിപ്പിക്കാറുണ്ട്. സാഹോദര്യത്തോടുകൂടി കഴിയുന്ന മുസ്ലിം, ഹൈന്ദവ, ക്രൈസ്തവ സഹോദരങ്ങളെ തമ്മിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അത്തരം വർഗീയവാദികളുടെ ആ ഒരു അജണ്ടകളെ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ സുന്ദരമായ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് മനോഹരമായ തിരിച്ചടികൾ നൽകാറുണ്ട്. ഇത്തരം വർഗീയവാദികൾ കൂടുതലായും ടാർഗറ്റ് ചെയ്യുന്നത് ഇസ്ലാം മതത്തെയാണ്, മുസ്ലിം സഹോദരങ്ങളെയാണ്. ഇസ്ലാം മതത്തെ തീവ്രവാദത്തിൻ്റെ മതമായി ചിത്രീകരിക്കാൻ ഇത്തരം വർഗീയവാദികൾ പലപ്പോഴായി ശ്രമിക്കാറുണ്ട്. അതിൻ്റെ പേരിൽ പച്ചനുണകൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇത്തരം വർഗീയവാദികൾ അഴിച്ചുവിടാറുമുണ്ട്. നോക്കൂ, ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇന്ന് വയനാട്ടിൽ മനോഹരമായ ഒരു സംഭവം നടന്നു. നോക്കൂ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നാം. പക്ഷേ ഇന്നത്തെ സമകാലിക ഇന്ത്യയിൽ വളരെയധികം ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സംഭവം തന്നെയാണിത്. വയനാട്ടിലെ ഒരു പള്ളിയിലാണ് ഈ മനോഹരമായ ഒരു സംഭവം നടന്നത്. നമുക്കറിയാം, ഈ ചെറിയ പെരുന്നാളിൽ ഗുജറാത്ത്, UP അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെ സംഘപരിവാറിൻ്റെ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എന്നാൽ അവിടെ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ നേർവിപരീതമായി മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള സുന്ദരമായ സ്നേഹത്തിൻ്റെ മാതൃകയാണ് കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങൾ കാഴ്ചവെച്ചത്. മൈസൂർ സ്വദേശിയായ ശങ്കരൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനാണ് ഒരു പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരു അനുഭവം ഉണ്ടായത്. അനുഭവം ഇങ്ങനെയാണ്. മൈസൂർ സ്വദേശിയായ ശങ്കർ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹത്തിന് പൂക്കച്ചവടമാണ് ജോലി. അദ്ദേഹം പൂക്കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നടന്ന് തളർന്ന് അവസാനം കച്ചവടമൊന്നും വലുതായി നടക്കാതെ പ്രയാസത്തോടുകൂടി ആ മനുഷ്യൻ കയറി വന്നത് ഒരു പള്ളിയിലേക്കായിരുന്നു. നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴാണ് അദ്ദേഹം പള്ളിയിലേക്ക് കയറി വരുന്നത്. നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ പള്ളിയിലേക്ക് നിസ്കരിക്കാനായി വരുന്നു. എന്നിട്ട് ആ മനുഷ്യൻ ആ പള്ളിയിലെ നിസ്കാരം കഴിയുന്നതുവരെ പള്ളിയുടെ വരാന്തയിൽ പുറത്തങ്ങനെ ഇരുന്നു. നിസ്കാരം കഴിഞ്ഞ ശേഷം ആളുകൾ ഇങ്ങനെ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. ആ സമയത്താണ് പള്ളിയിലെ ഖത്തീബ് ആ മനുഷ്യനെ കാണുന്നത്. പള്ളിയിലെ ഖത്തീബ് ശങ്കർ എന്ന് പറയുന്ന പൂക്കച്ചവടം ചെയ്യുന്ന മനുഷ്യനുമായി സംസാരിച്ചപ്പോഴാണ് കച്ചവടമൊന്നും ആയില്ല എന്ന് അദ്ദേഹം തന്റെ പ്രയാസവും ബുദ്ധിമുട്ടും അദ്ദേഹത്തോട് പറയുന്നത്. അങ്ങനെ ആ മനുഷ്യന്റെ കയ്യിൽ നിന്നും ഉസ്താദ് കുറച്ച് പൂക്കൾ ഇങ്ങനെ വാങ്ങുകയാണ്. അതിനുശേഷം അദ്ദേഹത്തെ യാത്രയാക്കുകയും ചെയ്തു. नहीं है हम तो रोड में तो इतना गाड़ी भी नहीं हमारे पास. हम तक भी जाओगे गाड़ी जाके कहीं तो ये कितने का भाई? एक 20 रुपए का. 20 रुपए का एक पीस. अभी मेरे को देगा बस, ना ज़्यादा क्या करना. 5 तो है ना, 5. 1 2 3 4 5. आप किधर का है? किधर का है? हम मैसूर. मैसूर का. क्या नाम? हम हमारा नाम शंकर. चलो. इधर बाबू नायडू. ये अलग है, दूसरा है. सब एक ही है. हाँ. നോക്കൂ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കിതൊരു നിസ്സാരമായ ചെറിയൊരു സംഭവമായി തോന്നാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മതത്തിൻ്റെ പേരിൽ മതവർഗീയതയും വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിക്കുന്ന, രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം അനുഭവങ്ങൾ നമുക്ക് നൽകുന്നത് വലിയൊരു അനുഭൂതിയാണ്, സന്തോഷമാണ്. ഇതുപോലെയുള്ള മനോഹരമായ സന്ദേശങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ. ഇത്തരം മതവർഗീയവാദികളുടെ പല അജണ്ടകളും എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി ചേർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. നോക്കൂ, തട്ടാമല ജുമാഅത്ത് പള്ളിയിൽ അവിടെ റമദാൻ മാസമാകുന്ന സമയത്ത് 27-ാം രാവിൽ അവിടെ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് മറ്റാരുമല്ല, ഒരു ഹൈന്ദവ സഹോദരനാണ്. ദേവേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനാണ് അവിടെ 18 വർഷക്കാലമായി അത്തരത്തിൽ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. ആ പള്ളിയിലെ ചീഫ് ഇമാമായിട്ടുള്ള അബ്ദുൽ വഹാബ് നഈമി കൊല്ലം അദ്ദേഹമാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പള്ളിയിൽ വെച്ചുകൊണ്ട് സംസാരിച്ചത്.
അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് എന്തായാലും ഒന്ന് കേൾക്കാം. ദേവേന്ദ്രൻ എന്ന പ്രിയപ്പെട്ട സഹോദരൻ 18 വർഷം 27 രാവിന്റെ നോമ്പുതുറ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ റോഡിനപ്പുറത്ത് കാണുന്ന എണ്ണ കമ്പനിക്കാരനായ ആ പ്രിയപ്പെട്ട സഹോദരൻ 18 വർഷം കൊണ്ട് അദ്ദേഹം നോമ്പ് തുറപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉസ്താദ്മാർക്കും മുത്തലിമീങ്ങൾക്കുമൊക്കെ മാഷാ അല്ലാഹ് ആ സ്നേഹമുള്ള സഹോദരൻ ഭക്ഷണം കൊടുത്തു കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോ ഈ പരിപാലനവുമായി ബന്ധപ്പെട്ട്, ഇതിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് 20,000 രൂപ സംഭാവനയും നൽകി എന്ന് പറയുമ്പോ മാതൃക നമുക്കാണ് എന്ന് ഞാൻ പറയുന്നതിന് ആശങ്കയില്ല. ദേവേന്ദ്രൻ എന്ന പ്രിയപ്പെട്ട സഹോദരൻ, അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ, അദ്ദേഹം എന്റെ അടുത്ത് വളരെ കൂപ്പുകൈകളോടെ, സ്നേഹത്തോടെ, ആദരവോടെ, വലിയ റെസ്പെക്ടോടെ എന്റെ അടുത്ത് വന്നു. അതെ, ഞാൻ കുറെ നാളുകളായിട്ട് ആഗ്രഹിക്കുകയാണ് കാണാൻ. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ എന്റെ ചെയർ ഇങ്ങോട്ട് തിരിച്ചിടും, തൊഴിലാളികളോട് സൈലന്റ് ആകാൻ പറയും. എന്ത് ആദരവാണ്! എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിമുറ്റത്തൂടെ ഒരു ഹൈന്ദവ സഹോദരൻ പോയാൽ നെഞ്ചത്ത് കൈവെക്കാതെ പാസ് ചെയ്യാത്ത നാട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നോക്കൂ, ഇതാണ് നമ്മുടെ കേരളം. ഈ ഒരു സ്നേഹത്തെയാണ്, ഈ ഒരു മതസൗഹാർദ്ദത്തെയാണ് ഈ വർഗീയവാദികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. 18 വർഷക്കാലമായി ആ സഹോദരൻ നോമ്പുതുറ സംഘടിപ്പിക്കുന്നു. എത്ര മനോഹരമായ ഒരു സംഭവമാണിത്. ആ നോമ്പുതുറ സംഘടിപ്പിക്കുന്ന ആ മനുഷ്യന്റെ മനസ്സിൽ മതവർഗീയതയില്ലാത്തതുകൊണ്ടാണ്, വിദ്വേഷമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ മനോഹരമായ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അദ്ദേഹം എല്ലാ മുസ്ലിം സഹോദരങ്ങളെയും സ്വന്തം സഹോദരനെ പോലെ അദ്ദേഹം കാണുകയാണ്. ഇവിടെയാണ് പലപ്പോഴും നാം ചിന്തിക്കേണ്ടത്. ഹിന്ദു വേറെ, RSS വേറെ. രണ്ടും രണ്ടാണ്. RSS സംഘപരിവാർ അവർ പലപ്പോഴും കാണിച്ചു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ അതൊരിക്കലും ഒരു നല്ല ഹിന്ദുവിൻ്റെതല്ല. കാരണം എല്ലാ മതങ്ങളെ സ്നേഹിക്കാനും എല്ലാ മനുഷ്യരെ ഒരുപോലെ കാണാനുമാണ് ഹിന്ദുധർമ്മവും പഠിപ്പിക്കുന്നത്. ഈ സ്നേഹവും സൗഹാർദ്ദവും എന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കട്ടെ. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ട് അവസാനിപ്പിക്കാം. നമുക്കറിയാം, കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന അരിയാണ് പവിഴം റൈസ്. ആ പവിഴം റൈസിന്റെ ഉടമസ്ഥൻ ജോർജ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം പങ്കുവച്ചൊരു കുറിപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയും ഷെയർ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. മനോഹരമായ ഇസ്ലാമിന്റെ മഹത്വമാണ് അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ പങ്കുവച്ചത്. പെരുമ്പാവൂരിലെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഒരു അരി വ്യവസായി എന്ന നിലയിൽ കച്ചവടം തീരെ കുറയുന്ന മാസമാണ് റംസാൻ മാസം. എങ്കിലും ഞങ്ങൾ ഏറ്റവും പരമാവധി അരി സംഭരണം നടത്തുന്ന മാസവും റംസാൻ മാസമാണ്. കാരണം റംസാൻ മാസത്തിന്റെ അവസാന ദിവസമായ പെരുന്നാൾ തലേന്ന് മുസ്ലിം സഹോദരങ്ങൾ അരി അന്വേഷിച്ചിറങ്ങും. നല്ല ക്വാളിറ്റിയുള്ള അരി ഓണത്തേക്കാൾ ചിലവാകുന്നത് ആ സമയങ്ങളിലാണ്. കുടുംബത്തിൽ ഒരാൾക്ക് 2.5 കിലോ വീതമാണ് വാങ്ങുന്നത്. എന്നിട്ട് ആ അരി മുഴുവൻ തങ്ങളിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സംഭാവന ചെയ്യും. സംഭാവന എന്ന് പറഞ്ഞുകൂടാ, കാരണം അത് അവരുടെ മുതലാണ് എന്നാണ് ഇസ്ലാം വിശ്വാസം. ഞാൻ കുറെ കാലമായി ഇത് ആലോചിക്കാറുണ്ട്. മുസ്ലിം സഹോദരങ്ങളുടെ ആഘോഷങ്ങൾ, ചാരിറ്റി അതിന്റെ പ്രധാന ഘടകമാണ്. കേരളത്തിൽ 88 ലക്ഷം മുസ്ലിമീങ്ങളുണ്ട്. അതിൽ 75 ലക്ഷത്തോളം പേർ സക്കാത്ത് നൽകുന്നുവെന്ന് കരുതിയാൽ 1,95 ലക്ഷം കിലോ അരിയുടെ കൈമാറ്റം നടക്കും. ഏകദേശം 97 കോടി രൂപയുടെ ചാരിറ്റി. ഒറ്റ രാത്രി കൊണ്ട് വളരെ നിശബ്ദമായിട്ടാണ് ഇത് നടക്കുന്നത്. എന്തു മനോഹരമായ മാനുഷികതയാണിത്. ഏതു മതക്കാർക്കും ഇത് അനുകരണീയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടെ ചെറുപെരുന്നാൾ ആശംസകൾ. സ്നേഹ സഹോദരൻ പവിഴം ജോർജ്. ഒരുപക്ഷെ ഈ ലോകത്ത് ഏറ്റവും കൂടുതലും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന മതത്തിലെ വിശ്വാസികളാരെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം മതവിശ്വാസികളായിരിക്കും. കാരണം ഇസ്ലാമിൽ ദാനധർമ്മം എന്ന് പറയുന്നത് വളരെയധികം മഹത്വമുള്ള, പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ എല്ലാ മനുഷ്യരോടും കാരുണ്യവും സ്നേഹവും കാണിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആ മതത്തെയാണ് പലപ്പോഴും ഇസ്ലാമിക വിരുദ്ധർ അത് തീവ്രവാദം പഠിപ്പിക്കുന്ന മതമാണെന്നുള്ള രീതിയിൽ മാറ്റിയെഴുതാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. എത്ര തന്നെ മാറ്റിയെഴുതാൻ ശ്രമിച്ചാലും, എത്ര തന്നെ ഇസ്ലാമിന്റെ പേരിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചാലും ആ ഇസ്ലാമിന്റെ സുന്ദരമായ മഹത്വം ലോകം തിരിച്ചറിയുക തന്നെ ചെയ്യും.